കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ഒരു സൽവാറിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് റിവിഷൻ ചെയ്യുകയാണ്. ഒന്നുകൂടി നമുക്ക് ഒരു സൽവാർ, ഈ ഒരു സൽവാറിൻ്റെ മെഷർമെൻറ്റിലായിരിക്കും നമ്മളിനി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ പല സൽവാറിൻ്റെ മെഷർമെൻറ്റ് കാണിച്ച് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആവണ്ട. ഈ ഒരു സൽവാറിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സൽവാർ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഇതേ മെഷർമെൻറ്റിൽ നമുക്കൊരു സൽവാർ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. സൽവാറിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുക്കും. സൽവാറിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത്, ഈ സൽവാറിൻ്റെ ലെങ്ത്ത് ഒന്ന് നോട്ട് ചെയ്യുക, 44.5 ആണ്. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഫിഗറായിട്ട് 44 എടുക്കാം. ഓക്കെ, നമുക്ക് ഈ സൽവാറിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 44 ഇഞ്ച് ലെങ്ത് ആണ്. ലെങ്ത് ഈസ് ഈക്വൽ ടു 44. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് വൈസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡറാണ് ആദ്യം എടുക്കേണ്ട. ഒരു അടുത്ത സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത്. ഇവിടെ 14.5 ഇതിൻ്റെ ഷോൾഡർ പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്, 14.5. ഓക്കെ, ഷോൾഡർ ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഷോർട്ട് ഫോമിൽ SH എന്നാണ് ഞാൻ ഷോൾഡറിന് കൊടുക്കുക. ഷോൾഡറിന് നമുക്ക് വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത് 14.5. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടാണ് എടുക്കേണ്ടത്. ഈ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയണത് നമ്മൾ ഈ ആംപിറ്റ് ടു ആംപിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 20.5 കൊടുത്തിരിക്കുന്നത്. 20.5 ഇഞ്ചാണ് വൈഡ്, ചെസ്റ്റിൻ്റെ വൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിന് CH എന്നാണ് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ട് CHR എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്ന ആ രീതിയിൽ നമുക്ക് ഷോർട്ട് ഫോം യൂസ് ചെയ്യാം. ഞാനിവിടെ CH എന്നാണ് കൊടുക്കുക. സാധാരണ ഞാൻ അങ്ങനെയാണ് കൊടുത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയണത് 20.5 20.5 എന്ന് പറയുമ്പോൾ നമുക്ക് 10.4 4ആയി മടക്കുമ്പോൾ കിട്ടുക കേട്ടോ. 10.4 4ആയി മടക്കിയിട്ടിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വൈഡ് എത്ര കിട്ടുക? 10.4, 20.5 പകുതി. ഇനി ഇതിൻ്റെ ഒരു ബോഡിയുടെ ഒരു ഷേപ്പ് വരുന്നത് നമ്മളൊരു 14 ഇഞ്ച് നമ്മൾ എടുത്തിട്ടാണ് ബോഡിയുടെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 14 ഇഞ്ച് വരിക. ആ 14 ഇഞ്ചിൽ നമുക്ക് എത്രയാണ് വൈഡ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 18.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 18.25 നമുക്കൊരു 19 കൊടുക്കാം. കാരണം അത് നമ്മൾ ബാക്കിൽ ടക്കൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ടൈറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് 19 കൊടുക്കാം. ഷേപ്പ് റൗണ്ട് ഈസ് ഈക്വൽ ടു 19. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ലിറ്റ് റൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സ്ലിറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഇതിൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 22 നിന്നാണ്. 21.5. 21.5 നിന്നാണ് ഇതിൻ്റെ ഒരു സ്ലിറ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 21.5 എന്നുള്ള നമുക്ക് സ്ലിറ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പോയിൻ്റായിട്ട് കൊടുക്കാം. സൈഡ് ഓപ്പൺ ഈസ് ഈക്വൽ ടു 21.5. ഓക്കെ, സൈഡ് ഓപ്പൺ 21.5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ സ്ലിറ്റിൻ്റെ റൗണ്ടാണ് നമുക്കിനി എടുക്കേണ്ടത്. ഈ സ്ലിറ്റ് റൗണ്ട് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് സ്ലിറ്റ് റൗണ്ട് വരുന്നത് 21.5 വരുന്നത്. നമുക്ക് ചെസ്റ്റ് റൗണ്ടും സ്ലിറ്റ് റൗണ്ടും ഒരേപോലെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല സോറി, ചെസ്റ്റ് റൗണ്ട് 20 ആയിരുന്നു. ഇവിടെ നമുക്ക് സ്ലിറ്റ് റൗണ്ട് വന്നിരിക്കുന്നത് 21.5 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ലിറ്റ് റൗണ്ട് 21.5 തന്നെ കൊടുക്കാം. സ്ലിറ്റ് റൗണ്ട് സൈഡ് ഓപ്പൺ വരുന്ന ആ വൈഡ് വരുന്നത് 21.5. സൈഡ് ഓപ്പൺ സ്ലിറ്റ് റൗണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബോട്ടം ഫ്ലെയർ ആണ് അളന്ന് നോക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഏറ്റവും താഴെയായിട്ട്, ടോപ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബോട്ടം ഫ്ലെയർ നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബോട്ടം ഫ്ലെയർ എന്ന് പറയണത് 23.5 ബോട്ടം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നത്. ബോട്ടം ഫ്ലെയർ ഈസ് ഈക്വൽ ടു 23.5. ഓക്കെ, ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ വൈഡ് വൈസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് സ്ലീവ്സിൻ്റെ ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതിൻ്റെ സ്ലീവിൻ്റെ ഈ സ്ലീവിൻ്റെ റിഗാർഡർ എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഈ റിഗാർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആംപിറ്റ് ടു ആംപിറ്റ് ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിൽ നിന്ന് അതായത് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്ന് നമുക്കൊരു മെഷർമെൻറ്റ് എടുക്കുക. ഇവിടെ 7 ആണ് കിടക്കുന്നത്. സോ ആ 7 റിഗാർഡിൻ്റെ ലെങ്ത് ആയിട്ട്
നമ്മൾ എഴുതുക. റിഗാർഡർ ലെങ്ത് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, ഇനി നമുക്ക് ഈ റിഗാർഡർ എത്രയുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് ഈ ടേപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക. റൗണ്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടക്കുന്നത് 9 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് റൗണ്ട് കിടക്കുന്നത്, റിഗാർഡർ കിടക്കുന്നത്. അപ്പോൾ കൈക്കുഴി എന്ന് പറയണത്, കൈക്കുഴിയുടെ മെഷർമെൻറ്റ് എന്ന് പറയണത് 9 ആണ്. ഒന്നുകൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. കൈക്കുഴി നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ 9 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി കിടക്കുന്നത്. ഈ ബോഡി പാർട്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്ലീവ്സിൽ വെച്ചിട്ട് നമ്മൾ എടുക്കരുത്, ഈ ബോഡി പാർട്ടിൽ തന്നെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. 9. ആം റൗണ്ട് ഈസ് ഈക്വൽ ടു 9. ഇനിയാണ് നമ്മളിത് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒരു മെറ്റീരിയലിലേക്ക് നമുക്ക് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലിലേക്ക് നമ്മളിത് എങ്ങനെ വരയ്ക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ലെങ്ത്ത് നമ്മൾ എടുത്തു. ഇതിൻ്റെ നമുക്ക് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 7 ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് വന്നിരിക്കുന്നത് 7 ഇഞ്ചാണ് വൈഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് എത്രയാണ് മെഷർമെൻറ്റ് ലെങ്ത്ത് വന്നിരിക്കുന്നത്? 2.25 വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2.5 വന്നിരിക്കുന്നത് കേട്ടോ. 2.5. ഇതിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് ഇറക്കുള്ളൂ. ഇത് റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ അധികം കഴുത്തിറക്കില്ല. നമുക്ക് കഴുത്ത് അധികം ഇറക്കേണ്ട ആളുകൾക്കാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂട്ടി കുറച്ച് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കഴുത്തിൻ്റെ അകലം കൂടുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ ഈ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. കാരണം നെക്ക് എത്ര വൈഡാവുന്നോ അത്രയും ഷോൾഡർ നമുക്കിവിടെ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെഷർമെൻറ്റിലുള്ളൊരു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സൽവാർ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് 4ആയി മടക്കിയിട്ടിട്ടുള്ള മെഷർമെൻറ്റാണ് നമ്മൾ ക്ലോത്തിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ പകുതി വെച്ചെടുത്താൽ ഞാൻ 4-1 മാറി. സോ അങ്ങനെ വേണം നമുക്ക് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മളൊരു മെയിൻ ക്ലോത്തിലോട്ട് നമ്മളത് വരച്ച് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് നമ്മൾ ആദ്യം എടുത്ത് നോക്കുക. നമ്മുടെ ലെങ്ത്ത് എന്ന് പറയണത് 44 ഇഞ്ച് ലെങ്ത്താണ് ടോപ്പിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മളിത് ലൈനിങ് പീസിലാണ് ആദ്യം വെട്ടുന്നത് കേട്ടോ. ലൈനിങ് പീസിൽ നിങ്ങൾ വെട്ടുമ്പോൾ എത്ര മെറ്റീരിയൽ വേണം ഒരു 44 ഇഞ്ച് ലെങ്ത്തിലുള്ള ടോപ്പ്? ഒരു 2.25 മീറ്റർ തുണിയാണ് നമുക്ക് 44 ഇഞ്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്. അത് നിങ്ങൾക്ക് ടേപ്പിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 2.25 എന്ന് പറയുന്ന 44 ഇഞ്ച് ലെങ്ത്ത് എവിടെയാണ് വരുന്നത്? 44, അതായത് 112 കണ്ടോ? നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ കാണിക്കുന്നതുണ്ടോ ഇതിനകത്ത്? അപ്പോൾ ആ 112 എന്നുള്ള ഒരു ഇതിൽ വരും. അപ്പോൾ 2.25 മീറ്റർ നമുക്ക് വേണ്ടി വരും ഒരു 44 ഇഞ്ച് ലെങ്ത്തിലുള്ള ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ 40 ഇഞ്ച് ലെങ്ത്താണുള്ളത്. 44 ഇഞ്ച് നമ്മുടെ മെയിൻ ടോപ്പിന് ഇറക്കം വന്നാൽ മതി. ലൈനിങ്ങിന് ഒരു കുറച്ചിറക്കം കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തീരെ നേർത്ത തുണിയാണ് എങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഇപ്പോൾ 44 ഇഞ്ച് ലെങ്ത്താണ് സൽവാറിൻ്റെ മെഷർമെൻ്റ് എങ്കിൽ ആ 44 ഇഞ്ച് ലെങ്ത്ത് തന്നെ ലൈനിങ്ങിൽ അളന്നെടുക്കണം. കാരണം ടോപ്പ് നമ്മൾ 44 ഇഞ്ച് ലെങ്ത്തിൽ ഈ ലൈനിങ് മടക്കി വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 1.5 ഇഞ്ച് കൂടുതൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ എടുക്കണം. ഇനിയിപ്പോൾ അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 42 ഇഞ്ച് ലെങ്ത്തെങ്കിലും നമ്മൾ ലൈനിങ്ങിൽ എടുക്കണം. അങ്ങനെയാണ് സാധാരണ നമ്മൾ എടുക്കാറ്. കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ, അതായത് ടോപ്പിൻ്റെ മെയിൻ ടോപ്പിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് ലൈനിങ് വേണം എന്നുണ്ടെങ്കിൽ
44 ഇഞ്ച് ലെങ്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് മെയിൻ ക്ലോത്തിൽ. അപ്പോൾ നമ്മൾ ഒരു 1.5 ഇഞ്ച് കൂടുതലിട്ട് കൊടുക്കും. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒപ്പം നിൽക്കണ്ട, കുറച്ച് ലൈനിങ് കയറി നിന്നാൽ മതിയെങ്കിൽ അതിനനുസരിച്ച് ഒരു 1-2 ഇഞ്ച് കൂടുതൽ കുറച്ച് ലൈനിങ് എടുത്താൽ മതിയാവും. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ടോപ്പിന് 44 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത് മെയിൻ ക്ലോത്തിന്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ലൈനിങ്ങിന് നമുക്ക് 40 ഇഞ്ച് ലെങ്ത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ താഴത്തേക്കുള്ള ഇറക്കം ഇത് മെയിൻ ക്ലോത്തിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. അത് റെഡിമെയ്ഡ് ടോപ്പുകൾക്കൊക്കെ ആണെങ്കിൽ ലെങ്ത്ത് കുറച്ചായിരിക്കും ലൈനിങ്ങിന് വരാറുള്ളൂ. സോ അത് നമുക്ക് കുഴപ്പമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒപ്പമാണ് മെയിൻ ക്ലോത്തിൻ്റെ ഒപ്പം തന്നെ ലൈനിങ് അറ്റാച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ 44 ഇഞ്ച് ലെങ്ത്ത് തന്നെ ലൈനിങ്ങിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഷോൾഡർ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? ഷോൾഡർ ലെങ്ത്ത് 14.5 തന്നിരിക്കുന്നത്. അപ്പോൾ 14.5 എന്ന് പറയുന്ന ഷോൾഡർ ലെങ്ത്ത് നമുക്ക് പകുതിയാക്കുമ്പോൾ ഒരു 7.25 വരുന്നത്. 7.25 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് ഇതിൻ്റെ ഷോൾഡറിന് അളന്നെടുക്കുക. 7.25 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ ഇതിന് അളന്നെടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലേ, ഒരു നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ട്. ആ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ഒരു 7.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ലെങ്ത്ത് അളന്നെടുത്തു. അതിന് ശേഷം നമ്മൾ എത്രയാണ് നമ്മളുടെ ഒരു റിഗാർഡർ നമ്മൾ അളന്നെടുത്തത്? ആം റൗണ്ട് നമ്മൾ റിഗാർഡ് എത്രയാണ് അളന്നെടുത്തത്? 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ. ഈ 7 ഇഞ്ചിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് അളന്നെടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ചെസ്റ്റ് റൗണ്ട് 20.5 അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 10.25 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 10.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് സാധാരണ വെട്ടാറുള്ളത്. നമ്മൾ ഇതുപോലെ ഒരു റിഗാർഡർ എത്രയാണോ അത് ആ 7 ഇഞ്ചാണോ അതിങ്ങനെ അളന്നെടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് റൗണ്ട് അവിടെ മാർക്ക് ചെയ്തു. കാരണം റിഗാർഡർ എവിടെ വരുന്നോ അവിടെയാണ് എൻഡ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരിക. സോ അങ്ങനെ. ഇനി നമുക്കിതിൻ്റെ ബോഡി ഷേപ്പ് വരുന്നത് എവിടെയാണ്? 14 ഇഞ്ചിലാണ് ഇതിൻ്റെ ബോഡി ഷേപ്പ് വരിക. അപ്പോൾ നമ്മൾ ആ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ബോഡിയുടെ നമ്മുടെ സ്ലിറ്റ് റൗണ്ട് വരുന്നത് എവിടെയാണ്? 21.5 ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലിറ്റ് റൗണ്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു സൈഡ് ഓപ്പൺ വരുന്നത് 21.5-ലാണ്. സോ നമ്മൾ ആ 21.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം 21.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മുടെ ഈ സ്ലിറ്റ് റൗണ്ട് നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് കുറച്ച് ബോഡി ഇങ്ങനെ ഇവിടുന്ന് ഒരു തൂക്കം വരും. നമ്മളുടെ ഈ ചുരിദാറിൻ്റെ ഒരു തയ്ച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു തൂക്കം, ഒരു ചെറിയൊരു സ്ലാൻഡ് വരും. സോ അതുകൊണ്ട് നമ്മൾ 21.5 എന്നുള്ള സ്ലിറ്റ് റൗണ്ടിൽ 21.5 തന്നെ എടുത്താൽ മതി. നിങ്ങൾ ഷോൾഡറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ പോലും 21.5 തന്നെ എടുത്താൽ മതി. അത് തയ്ച്ച് വരുമ്പോൾ ആ 21.5 തന്നെ ആയിരിക്കും വരിക. കാരണം ഇവിടെ നമ്മുടെ ഒരു കർവ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ മെറ്റീരിയലിനൊരു സ്ലാൻഡ് വരും. അപ്പോൾ അത് 21.5 തന്നെ നമ്മൾ എടുത്താൽ മതിയാവും. സ്ലിറ്റ് കയറി പോവില്ല. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയർ, ഇതിൻ്റെ ബോട്ടം ഫ്ലെയർ വന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ്? ബോട്ടം ഫ്ലെയർ ഞാൻ പറഞ്ഞിരുന്നത് 23.5 അപ്പോൾ 23.5 എന്നുള്ള ആ ഒരു അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ 11.25 11.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. സ്ലിറ്റിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ ഈ ബോഡി ഷേപ്പിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? നമ്മൾ ഷേപ്പ് റൗണ്ട് എത്രയായിരുന്നു? 19 ആയിരുന്നു അല്ലേ. 19ൻ്റെ പകുതി നമ്മൾ 19ൻ്റെ പകുതി എടുക്കാനായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ടേപ്പിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. 19 ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. 19 അപ്പോൾ 9.5 9.25 വരും. 9.25 വരിക കേട്ടോ. 19ൻ്റെ പകുതി നമ്മൾ എടുക്കുമ്പോൾ 9.25 വരിക. ഉണ്ടോ? 9.5 കഴിഞ്ഞിട്ട്
9:45. സോ നമുക്ക് ഇവിടെ ഒരു 9:45 മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ സ്ലിറ്റ് റൗണ്ട് ആണ് പറഞ്ഞിരുന്നത്. സ്ലിറ്റ് റൗണ്ട് നമുക്ക് 21.5 ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 21.5യുടെ പകുതി എന്ന് പറയണത് 10:45. 10:45 മാർക്ക് ചെയ്ത് കൊടുത്തു. 21.5 ആണ് അതിൻ്റെ ഒരു സ്ലിറ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 21 എന്ന് പറയുമ്പോഴത്തേക്കും 10 + 1/2 10 10 20 21 21 21.5 എന്ന് പറയുമ്പോൾ 10:45 വരും. സോ 10:45 നമ്മൾ ആ സ്ലിറ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം വരുന്നത്. നമ്മളുടെ ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ, നമ്മുടെ ബോഡിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ റിഗാർഡർ അല്ലേ, ഈ റിഗാർഡർ വരയ്ക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു പകുതി വെച്ചിട്ട്, അതായത് 7 ആണെങ്കിൽ ഒരു 3.5 വെച്ചിട്ട് ഇവിടെ നിന്ന് മുതലായിരിക്കണം നമ്മളുടെ ആ ഒരു കർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് 14.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. ഈ ഷോൾഡർ നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൂടുതലാണെങ്കിൽ ആ നെക്കിൻ്റെ വൈഡ് കൂടുതലനുസരിച്ച് നമുക്ക് ഈ ഷോൾഡറിന് കുറവ് വരും അല്ലേ. അപ്പോൾ ഈ ഷോൾഡർ 3 ഇഞ്ചിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു 1/2 ഇഞ്ച് ചെരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മാത്രമേ നമുക്കിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് വരുന്നുള്ളൂ. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പാണ് വരുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ ഒരു കർവ് നമുക്ക് വരച്ചു കൊടുക്കണം. ഈ ആം റൗണ്ടിൻ്റെ കർവ് നമുക്ക് വരച്ചു കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ഫ്രീ ഹാൻഡിൽ വരച്ചു കൊടുക്കും. ഇത് ഒരു 1.25 ഇഞ്ച് ഡിഫറൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ അത് ബാക്ക് നെക്കിൻ്റെ കർവാണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. നമുക്ക് 9 ഇഞ്ചായിരുന്നു നമ്മളുടെ ഒരു ആം റൗണ്ട് വന്നിരുന്നത്. 9 ഇഞ്ചാണ് നമുക്ക് 9 ഇഞ്ചാണ് ആം റൗണ്ട് വന്നിരുന്നത്. നമുക്കത് എത്രയുണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെ നമ്മൾ പയ്യെ വന്ന് നോക്കുമ്പോൾ 9 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആം റൗണ്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഷോൾഡറിൽ നിന്ന് ഒരു റിഗാർഡർ ലൈൻ വരച്ച് അതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് നമ്മൾ റിഗാർഡർ വരയ്ക്കുന്ന രീതി. സോ നമുക്ക് 9.5 ഇഞ്ചായിരുന്നു തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ടോപ്പിൽ, 9 ഇഞ്ചാണ് തന്നിരിക്കുന്ന ടോപ്പിൽ മെഷർമെൻ്റ് ആയിട്ട് കിടക്കുന്നത്, ഇത് ആം റൗണ്ട്. സോ നമുക്ക് ആ 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. 9 ഇഞ്ചാണ് മെഷർമെൻറ്റ് ടോപ്പിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആം റൗണ്ട് എന്ന് പറഞ്ഞത് 9 ഇഞ്ചാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ 9 ഇഞ്ചും നമുക്ക് ഈ റിഗാർഡർ വരച്ച് കഴിയുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് റൗണ്ടിലേക്കും സ്ലിറ്റ് റൗണ്ടിലേക്കും നമുക്ക് കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കണം, ബോഡി ഷേപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ബോഡിയിൽ പലതരത്തിലുള്ള ബോഡി ഷേപ്പുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിലെ മെഷർമെൻ്റ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ തയ്ക്കുന്നത്. ചില ആളുകൾക്ക് ആംപിറ്റ് വളരെ കുറവും ചെസ്റ്റ് റൗണ്ട് വളരെ കുറവും അതുപോലെ തന്നെ ബെസ്റ്റ് റൗണ്ട് വളരെ കൂടുതലുമുള്ള ആളുകളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ അതേ ലൂസ് കൊടുത്തിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ടോപ്പിൽ ഇട്ടിരിക്കുന്നത്. ആ മെഷർമെൻറ്റ് ടോപ്പിൽ ബെസ്റ്റ് റൗണ്ട് ഒരു 2.5 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ബെസ്റ്റ് റൗണ്ട് എത്ര വലിയ ആളാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ടോപ്പിൽ ഈ ഒരു 2.5 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ടൈറ്റ് വരില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പയ്യെ ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കണം. ഇതുപോലെ ഡോട്ടിട്ട് നമുക്കൊരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ. ഇനി നമുക്ക് ഒരു സാധാരണ ഞാൻ കസ്റ്റമേഴ്സിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു 2 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് നമുക്ക് ചിലപ്പോൾ വണ്ണം കൂടുതലും കുറവും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അവർക്ക് കുറച്ചൊന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അഴിച്ചിടണമെങ്കിൽ
ആ ഒരു 2 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ 4 ഇഞ്ച് വരെ നമ്മളുടെ ടോപ്പിന് മെഷർമെൻറ്റ് കൂടുതൽ കിട്ടും. സോ നമുക്ക് 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ബോഡി ഷേപ്പിൻ്റെ അവിടെയും 1.5 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇനി സ്ലിറ്റ് റൗണ്ടിലോട്ട് വരുമ്പോൾ സ്ലിറ്റ് റൗണ്ടിൽ നമ്മൾ 1 ഇഞ്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മളത് സ്ലിറ്റ് മടക്കി അടിക്കും. അവിടെ വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കുന്നത്. സോ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മൾ നേരെ സ്ലിറ്റാണ് തയ്ച്ചു പോകുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് സ്കെയിൽ വെച്ചിട്ട് വേണം. നമ്മൾ 23.5 ഇഞ്ചായിരുന്നു നമ്മളുടെ ബോട്ടം ഫ്ലെയർ എന്ന് പറയുന്നത്. അവിടേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ നിന്നും ഈ താഴെ വരെ 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ സ്ലിറ്റ് റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് റൗണ്ട് നമ്മൾ സ്ലിറ്റ് നിങ്ങൾക്ക് വരച്ചു കൊടുത്തേക്കണം. കണ്ടാൽ മനസ്സിലാവും നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ 23.5 ഇഞ്ചിലേക്ക്, അതായത് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് 21.5 ആയിരുന്നു, ഇവിടെ 23.5 സോ ആ 21.5 നിന്ന് 23.5 ഒട്ടും വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ 1 ഇഞ്ച് മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്കൊരു മെഷർമെൻറ്റ് ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് വരച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ഒരു തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. ആ 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇവിടെയാണ് നമുക്ക് നെക്കെല്ലാം വരുന്നത്. നെക്കിൻ്റെ പോർഷൻ നമ്മൾ ബക്രമെല്ലാം യൂസ് ചെയ്ത് ബക്രത്തിനകത്താണ് നമ്മൾ വെട്ടി തയ്ക്കുന്നത്. സോ ഞാൻ ഈ ബോഡി പാർട്ട് മാത്രം നിങ്ങളെ ഒന്ന് വരച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക്, ഇപ്പം മെയിൻ ക്ലോത്ത് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ക്ലോത്താണ്, പല ഡിസൈനിൽ വരുന്ന ക്ലോത്തുകളുണ്ട്. സോ ഡിസൈൻ അനുസരിച്ച് നമ്മൾ തുണി മടക്കാനായിട്ട് പഠിക്കണം. ഇപ്പോൾ ചില ഡിസൈന് ഒരെണ്ണം നേരെയാണെങ്കിൽ ഒരെണ്ണം തിരിച്ച് അങ്ങനെ പോകുന്ന ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആവാം, കുഴപ്പമില്ല. അതേസമയം ഒരേ ലീവ്സിൻ്റെ പാറ്റേൺ ഇങ്ങനെ പോയിട്ട് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മളത് തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ ലീവ്സിൻ്റെ പാറ്റേൺ നേരെ തല തിരിഞ്ഞു വരും ബാക്ക് സൈഡിൽ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുണി മടക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു ക്ലോത്ത് ഓൾറെഡി ഉള്ളൊരു ക്ലോത്തിലോട്ട് നമുക്ക് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ വരുന്നത് നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്ത് എടുക്കണം. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് താഴെ നിന്നോ മേളിൽ നിന്നോ വെട്ടാം. പണ്ടുള്ള ആശാന്മാർ അല്ലെങ്കിൽ മാസ്റ്റർമാർ ഒരിക്കലും താഴെ നിന്ന് ഇങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കാറില്ല. എന്നെയൊക്കെ പഠിപ്പിച്ചത് ഒരു വളരെ ഓൾഡായിട്ടുള്ള ഒരു മാസ്റ്ററായിരുന്നു. മാസ്റ്റർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മാസ്റ്റർ ഇങ്ങനെ താഴേന്ന് കട്ട് ചെയ്ത് വരാനായിട്ട് സമ്മതിക്കാറില്ല. പക്ഷെ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് തുണി ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൈക്കുഴി നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് വെട്ടാനായിട്ട് ശ്രമിക്കുക. ആ മുകളിൽ നിന്ന് വെട്ടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മുകളിൽ നിന്ന് വെട്ടാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം. കാരണം അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തയ്ക്കുമ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് ഇട്ട് കൊടുക്കുക. ഫ്രണ്ടും ബാക്കിലും ആ നോട്ട്സ് കറക്റ്റായിട്ട് വരണം തയ്ച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അത് ടോപ്പ് കയറി ഇറങ്ങിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. സോ നമ്മൾ ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയലിലേക്ക് വെട്ടുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുൻപ് ബോർഡിൽ വരച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് ഒരു ടോപ്പിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഒരു ലൈനിങ് മെറ്റീരിയലിലേക്ക് വെട്ടിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ തന്നിരിക്കുന്ന ആ സെയിം മെഷർമെൻറ്റിലാണ് നമ്മളിത് വെട്ടിയിരിക്കുന്നത്. നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന ടോപ്പിന്
ബാക്കിൽ ടക്കില്ലാത്ത ടോപ്പാണ്. ഇനി നിങ്ങൾ ബാക്കിൽ ടക്കിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1/4 ഇഞ്ച് ആ ബോഡി ഷേപ്പിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ടോപ്പ് തയ്ച്ച് വരുമ്പോൾ വളരെ അധികം ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ ബോഡി ഷേപ്പ് വരയ്ക്കുന്ന സ്ഥലത്ത് ഒരു 1/4 ഇഞ്ച് നമ്മൾ എപ്പോഴും ലൂസ് ഇട്ടിട്ടുണ്ടാവണം. അത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലായി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ടോപ്പിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ആമോൾ എങ്ങനെ കുഴിച്ച് വെട്ടാം എന്നുള്ളതൊക്കെ നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ വെച്ച് വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് തൽക്കാലം ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഈ ഒരു ജേർണിയിൽ നമ്മൾ 30 ദിവസം ചലഞ്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ നമ്മളൊരു സൽവാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിക്കുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ താങ്ക് യു സോ മച്ച്.